ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. വെയിലായതുകൊണ്ട് മക്കളെയൊക്കെ കയറ്റി വിട്ടു കേട്ടോ. ഞാനിവിടെ വന്ന് ഇതിൻ്റെ ഇരിക്കുമ്പോൾ എനിക്ക് ചൂടെടുക്കില്ല. അവർ കുറച്ച് നേരം ഇതിൻ്റെ ഇരിക്കുമ്പോൾ ഇവർ അങ്ങോട്ടിറങ്ങി ഇങ്ങോട്ടിറങ്ങിയൊക്കെ നടക്കുന്നു. അപ്പോൾ ഭയങ്കര ചൂട്. അവർ അതിലൊക്കെ തൊടുമ്പോൾ അതും ഭയങ്കര ചൂടായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ റൂമിൽ പോയി ടി വി കാണുക എന്താ ചെയ്തോ, ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ഒരു വൈബ് ഉണ്ടല്ലോ, അത് ഞാൻ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. ന്യൂ ഇയറൊക്കെ ആയിട്ട് നമ്മൾ കുറേ നേരം നമുക്കായിട്ടൊരു സമയം സ്പെൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കത്തില്ലേ. ഈ കഴിഞ്ഞ വർഷം നമ്മൾ എന്തൊക്കെ ചെയ്തു, ഈ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, റെസൊല്യൂഷനൊക്കെ പറ്റാവുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കണ്ടേ. എല്ലാ വട്ടവും ഞാൻ കറക്റ്റായിട്ട് എടുക്കുന്ന 2 റെസൊല്യൂഷൻസ് ഉണ്ട് കേട്ടോ. ഒന്ന് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതും 2 ഡയറി ഒരു ഇയർ ഫുൾ എഴുതി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. രണ്ടും ഞാൻ കംപ്ലീറ്റ് ചെയ്യാറില്ല. വർക്കൗട്ട് ഏകദേശം ഒരു മാസം 1.5 മാസത്തോളം കൊണ്ടുപോകും, ഇടയ്ക്ക് മിസ്സായിട്ടാണെങ്കിലും. പക്ഷേ ഡയറി 3-4 മാസം കൊണ്ടുപോയ ശേഷം ഞാനത് എങ്ങനെയോ എൻ്റെ അത് ബ്രേക്കാവും. എങ്ങനെ ബ്രേക്കാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് രണ്ടും ഇപ്രാവശ്യം തുടങ്ങണം എന്നുള്ള കടുത്ത ആഗ്രഹത്തിലാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ബ്രേക്കപ്പ് ആകാതെ കണ്ടിന്യൂ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് ഞാനിങ്ങനെ ഇരിക്കുക. ഓരോ കഴിഞ്ഞ വർഷത്തെപ്പറ്റിയും ഈ വർഷത്തെപ്പറ്റിയും ഒക്കെ ഞാൻ ആലോചിച്ചിരിക്കുക. എന്തെങ്കിലുമൊക്കെ എഴുതണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നാറുണ്ട്. അതിനും പറ്റിയൊരു എന്താ പറയുക, ആ ഒരു മൂഡിലേക്ക് വരുമ്പോൾ ആരെങ്കിലും വരും. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് അറിയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരാണെങ്കിൽ പോലും അവർ ഏതെങ്കിലും രീതിയിൽ നമ്മളെ ഡിസ്റ്റർബ് ചെയ്ത് നമ്മുടെ ഹാപ്പിനെസ്സിനെ മാറ്റാൻ അവർ ശ്രമിക്കണം. അവർ വിചാരിക്കും നമ്മൾ ഫുൾ ടൈം ഹാപ്പി ആയിട്ടിരിക്കുക, അവരെന്തൊക്കെയോ കാരണം കൊണ്ട് ഡിസ്റ്റർബ്ഡാണ്. ആ സമയത്ത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുകയെന്നാണ് അവരുടെ ഒരു വിചാരം. പക്ഷെ നമ്മൾ ഹാപ്പിയാണോ ഇല്ലയോ നമുക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. ചുമ്മാ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ എന്തെങ്കിലും വന്നിട്ട് അതിങ്ങനെ വന്നിരിക്കും. ഇപ്പോൾ തന്നെ ഞാൻ 3 വന്നേക്കുവാണല്ലോ. ഇപ്പോൾ എന്നെ വീട്ടിൽ ഇരുന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോൾ തിരക്കാത്ത, അയ്യോ മോളോടെ ആ 3 എന്ന് വരും. ഞാനിവിടെ നിൽക്കുന്നുണ്ട്, അവർക്ക് ഇഷ്ടമുണ്ട്. വല്ലപ്പോഴുമാണ് ഇക്കാടെ വന്നിട്ട് ഇവിടെ ഇക്കാടെ വന്നിട്ട് നിൽക്കുന്നതെന്നല്ലാതെ ഇക്കയെ നേരിൽ കാണാനോ സംസാരിക്കാനോ കിട്ടുന്ന വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. രാത്രി റൂമിൽ വരുമ്പോഴെങ്ങാണ്ടായിരിക്കുക ഫുൾ ഓഫ് തിരക്കാണ്. പിന്നെ മൂന്നാറിലായതുകൊണ്ട് ഞാൻ പുറത്തെല്ലാം പോയി മൊത്തം കറക്കമാണ്. ചില സമയത്ത് മൂന്നാറിൽ ഭയങ്കര മഴയുള്ള മോള് മൂന്നാറാണ് എന്തോ എടുക്കും. ഞാൻ ഈ റൂമിന് പുറത്തോ പോകാറില്ല. മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള എനിക്ക് മഴയായാലും എന്താ കാറ്റായാലും എന്താ അതും അവരറിയുന്നില്ല. അങ്ങനത്തെ കുറേ ആൾക്കാർ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ തിരിച്ചു. ഞാനിങ്ങനെ ആ വീട്ടിൽ താഴെയും മേളിലുമായിട്ട് എനിക്ക് ഇറങ്ങിടക്കി. അതിൻ്റെ ഇടയ്ക്ക് അമ്മായിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയ്ക്കല്ല അത് ഇതില്ല അങ്ങനെ ഒരിതല്ല എന്തെങ്കിലുമൊക്കെ കുത്തിങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ എന്നെ കിട്ടും. ഞാൻ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ അമ്മായിക്ക് ആവശ്യങ്ങൾ വരും. അപ്പോൾ അമ്മ പറയും, എന്താ അല്ല നീ ഇവിടെ ഇല്ലല്ലോ അത് ചെയ്യാനെന്ന് പറയും. അത്രേ ദിവസവും ഞാൻ അവിടെ ചെയ്യുമ്പോൾ ആർക്കൊരു വില ഉണ്ടാകത്തില്ല. എന്നിട്ട് അപ്പോൾ അമ്മയ്ക്ക് വേറെ ആൾക്കാരെ ആശ്രയിക്കണം എന്ന് പറയും. അങ്ങനെയൊക്കെ അമ്മായി എല്ലാവരും അങ്ങനെയാണ്. നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താലും ഇപ്പോഴത്തെ ആൾക്കാർക്കൊരു ഇതുമില്ല. നമ്മൾ എന്തെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓൺലൈനിൽ എന്തെങ്കിലും 2 സാധനം അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ദർബാർ അടിക്കുക എന്ന് പറയും. പക്ഷേ ഓൺലൈനിൽ വരുന്ന സാധനം എന്താണെന്നോ എല്ലാം ഡ്രസ്സാണെന്നാണ് പകുതി മുക്കാൽ പേരൻസിനെ വിചാരം. ഡ്രസ്സാണോ, എനിക്ക് ഡെയിലി വേണ്ട എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങളാണോ ഒന്നും ആരും അന്വേഷിക്കാറ് പോലുമില്ല. എനിക്കും മക്കൾക്കും നമ്മൾ ആ ഓഫർ വരുമ്പോഴൊക്കെ മേടിച്ചാൽ നമുക്ക് എന്ത് ലാഭം കിട്ടുമെന്നോ ഒന്നും അവർക്കറിയില്ലല്ലോ. അത് വേറെ കാര്യം. പിന്നെ ഞാൻ എപ്പോൾ ടൂർ പോകാമെന്ന് പറയും വീട്ടിൽ അമ്മ. എവിടെ ടൂർ പോകുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ വല്ലപ്പോഴും ഇക്കാരോട് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഇറങ്ങണം. പിന്നെ വീട്ടിൽ ചെല്ലുമ്പം ഞങ്ങളുടെയൊക്കെ മുഖം തെളിയത്തില്ലെന്ന് ഇക്കായ്ക്ക് അറിയാം. അതിൻ്റെ ഒരു ഇതിനു വേണ്ടി രാത്രി 11 മണിക്കും 10 മണിക്കൊക്കെ പോയിട്ട് ലുലു മാളൊന്ന് കയറി ജസ്റ്റ് അവിടെ ഇങ്ങനെ കറങ്ങി അവിടെ നിന്നൊരു ഫുഡ് മേടിച്ചായിരിക്കും തിരിച്ച് വീട്ടിൽ പോകും. വീട്ടിൽ പോയാൽ പിറ്റേ ദിവസം വെളുപ്പിനെ വീട്ടിലെത്തുള്ളൂ നമ്മൾ. കാരണം വഴി പോകുമ്പോൾ ഉറക്കം നിർത്തി പയ്യെ അങ്ങനെ പോകും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫ് പോകുന്നത്. പക്ഷെ എല്ലാവരും നമ്മൾ ടൂർ എവിടെ ടൂർ പോകും? നമ്മൾ എപ്പോഴും ടൂറാണ്. ഓരോരുത്തർ ആഴ്ച എവിടേക്കോ പോകും. നമ്മൾ ഓരോ വ്ളോഗ്സും അല്ലെങ്കിൽ ഓരോരുത്തർ ലൈഫ് സ്റ്റൈലും ഓരോരുത്തരൊക്കെ എവിടെയൊക്കെ പോകുന്നത്. ഇപ്പം പണ്ടത്തെ പോലെ ആൾക്കാരൊക്കെ സേവിങ്സിനേക്കാൾ കൂടുതൽ അവർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കുറേ സ്ഥലങ്ങൾ കാണാനും കുറേ കാര്യങ്ങൾ അനുഭവിച്ചറിയാനും ഒക്കെയാണ് അല്ലേ. എല്ലാവരും വിചാരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 2-3 സീസണായിട്ട് ഇവിടെ ഇക്കാലത്ത് വയ്ക്കുന്നു, എന്നെ ഒന്ന് മണാലി വരെ കൊണ്ടുപോകുമോ. അല്ലെങ്കിൽ ഇക്കായ്ക്കൊക്കെയാണ് ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ഓപ്പറേറ്റേഴ്സിനൊക്കെ അറിയാം. നല്ല റേറ്റ് കുറച്ചുള്ളതോ അങ്ങനെയൊക്കെ ഇക്കായ്ക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇക്കായ്ക്ക് അപ്പോൾ ഇവിടെ തിരക്ക്. അങ്ങനെ ഒന്ന് താജ്മഹൽ കാണിക്കാവോ, അങ്ങനെയുള്ള കുഞ്ഞു ആഗ്രഹങ്ങൾ ചോദിക്കാറുണ്ട്. കുഞ്ഞു ആഗ്രഹമല്ലെന്ന് അറിയാം. എന്നാലും ഞാൻ പറയും ട്രെയിനിന് പോയാൽ മതി, ഫ്ലൈറ്റിന് പോകണമെന്നൊന്നുമില്ല എന്നൊക്കെ എങ്ങനെയും ഒന്ന് അവിടെ കണ്ടാൽ മതി എന്നുള്ള രീതിയിലാണ് എൻ്റെ സംസാരം. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എത്രയോ വട്ടം ഇങ്ങനെ ഓരോ യാത്ര പോവുകയും വരികയൊക്കെ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇക്കായ്ക്ക് യാത്രയോടൊരു താല്പര്യം വളരെ കുറവാണ്. അങ്ങനെ യാത്ര പോകും. ജോലി സംബന്ധമായ കാര്യങ്ങളാണല്ലോ പറയുന്നത്. പിന്നെ അത് പിന്നെ തിരിച്ചു വരും. അപ്പോൾ ഇക്കായ്ക്ക് യാത്ര എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഇതുപോലെ നമുക്ക് വീട്ടിലെ മക്കളുടെ അവരുടെ പ്രശ്നം, സ്കൂളിലെ കാര്യങ്ങൾ, വീട്ടിലൊക്കെ അങ്ങനെ 100 കൂട്ടം കാര്യമൊക്കെ നമ്മളൊരു ദിവസം കൂടും. പക്ഷെ അത് നമ്മൾ ചെയ്തെന്ന് ഒരു ഇത് ആരും നമുക്ക് തരത്തുമില്ല. നമ്മളെന്ത് ചെയ്യുന്നു, വീട്ടിൽ ചുമ്മാ ഇരിക്കുമല്ലേ എന്ന് പറയും. ഇപ്പം ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതും പോയിട്ട് ചിലപ്പോൾ ഉച്ച കഴിയുമ്പോഴത്തേക്കും അങ്ങ് വരും.
അങ്ങനെ അങ്ങനെ അതിന് വെക്കേഷൻ മക്കൾക്ക് അവധി എളുപ്പമനുസരിച്ച് അവധി കിട്ടും. അതുകൊണ്ടൊക്കെ തന്നെ കാര്യങ്ങൾ നടന്നു പോകും. പിന്നെ കഴിഞ്ഞ ദിവസം അമ്മാടി ചോദിച്ചു, ഞാൻ ഇവിടെ മൂത്തൂർ ഹോസ്പിറ്റലിൽ ടൂർ പോകുന്നു അന്ന് ഞാൻ അമ്മടുത്ത് ചോദിച്ചു. കാരണം നമ്മൾ അവിടെയാണല്ലോ കൂടുതലും പോകുന്നത്, വേറെ നമ്മൾ പോലെ സ്കൂളിൽ മീറ്റിങ്ങിന് പോകും. അങ്ങനെ അപ്പോൾ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ് നമ്മൾ ഈ വീഡിയോ എടുക്കാത്ത സമയം കൊണ്ട് ഞാൻ കാർ എടുത്ത വീഡിയോ കിടപ്പുണ്ട്, ഞാൻ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ റീൽസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കാണുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഇതാക്കിയിടാം കേട്ടോ. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾക്ക് അപ്പം അന്നേരം ഇങ്ങോട്ടും പോകുമ്പോൾ അപ്പോൾ എന്നോട് മോൻ പറയുന്നുണ്ട്, അങ്ങോട്ട് കൈ നല്ലപോലെ ഓടിച്ചോടിച്ച് വാക്കായിട്ട് വേണം നമുക്ക് ദൂരെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ, എവിടെയെങ്കിലും വേറെ സ്ഥലത്തൊക്കെ കൊണ്ടുപോകുക എന്നൊക്കെ വീട്ടിൽ നിന്ന് എഗ്രി ചെയ്താണ് ഇക്ക കൊണ്ടുവരുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇക്ക നാളെ തിരക്കുമായിട്ട് ഇപ്പോൾ സ്കൂളിലെ പഠിത്തം ഒരാഴ്ച പോയി, ഇതിപ്പം എങ്ങോട്ടും പോകാൻ പറ്റി അതുമില്ല, വിടുന്നതിന് കാര്യം ചെയ്തോ അതുമില്ല. ഇപ്പോൾ സ്കൂളിലെ പഠിത്തം പോയി, അതാണ് എനിക്ക് സങ്കടം വരുന്നത്. എങ്ങോട്ടെങ്കിലും പോവുകയോ അത് നമ്മൾ ഈ കിട്ടുന്ന അവധി എടുക്കുന്നത് നമ്മൾ പ്രയോജനപ്പെടുത്തിയതെങ്കിൽ സങ്കടമില്ലായിരുന്നു. ഇപ്പോൾ സ്കൂളിൽ ഇഷ്ടംപോലെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് എനിക്കോ ഇക്കായ്ക്കോ എല്ലാ ബുദ്ധിമുട്ടുണ്ട്. മക്കൾക്ക് അത്രയും നോട്ട് എഴുതിയെടുക്കാനും ക്ലാസ്സിൽ ഇപ്പോൾ അത് ഫോളോ അപ്പ് ചെയ്ത് വരാൻ അവർക്ക് എന്ത് പാടായിരിക്കും. നോട്ടൊക്കെ ഇനി കളക്ട് ചെയ്തെടുത്ത് ടീച്ചർമാരോട് ചോദിച്ചൊക്കെ എന്ത് പാടുപെട്ടാണ് കളക്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാനിവിടെ ഇരുന്നിങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, അവരെ റൂമിൽ പറഞ്ഞു വിട്ടിട്ട്. എന്നെപ്പോലെ ഇതുപോലെ യാത്ര പോകാൻ ഇഷ്ടമുണ്ടായിട്ടും യാത്ര പോകാൻ അധികം പറ്റാതെ വീട്ടിലിരിക്കേണ്ടവരുണ്ട്. എന്നെ എത്രയും പോലും എന്നെത്രയും പോലും യാത്രയ്ക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരിക്കും അല്ലേ. ഞാനിപ്പോൾ വിചാരിക്കുമായിരുന്നേ, ഇവിടെ മൂന്നാറിലെ വട്ടവടയും കാന്തല്ലൂരും 10-12 വർഷമായിട്ട് സ്ഥിരമായിട്ട് വന്നിട്ട് കാണുന്നില്ല. പിന്നെ എന്താ പറയുക, വേറെ ദൂരെയുള്ള സ്ഥലങ്ങൾ കാണാൻ പോകുന്നു. ഞാനിപ്പോൾ ഓർക്കുമായിരുന്നു, ഇങ്ങനെ ഇറങ്ങിയിട്ട് റൂമിൽ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയായിരുന്നു. അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഈ ചിന്തകളും ഒക്കെ ആയിട്ട് ഞാനൊരു വീഡിയോ ഒറ്റയ്ക്ക് ഇടാം, അത് കഴിഞ്ഞ് മറ്റേ വീഡിയോ വേറെ ഇടാം, ന്യൂ ഇയർ ഡേയിലെ ബാക്കി വിശേഷങ്ങളൊക്കെ. അങ്ങനെ ഇപ്പോൾ വിചാരിക്കുന്നത് എൻ്റെ വീഡിയോക്ക് ഒത്തിരി ലെങ്ത് ആയി പോകത്തില്ല. ഇപ്പോൾ മക്കളായി കഴിഞ്ഞ് മക്കൾ സ്കൂളിൽ പോയി തുടങ്ങി, പിന്നെ ക്രിസ്മസ്, ഓണം, അങ്ങനെ വലിയ വെക്കേഷന്, സമ്മർ വെക്കേഷൻ, അങ്ങനെ ഇക്കായി കൊണ്ടുവരാൻ പറ്റുമ്പോഴാണ് കൊണ്ടുവരുന്നത്. സ്ഥിരമായിട്ടും അങ്ങനെയൊന്നും പറയാനൊന്നും പറ്റത്തില്ല. പിന്നെ 2-2.5 വർഷമായിട്ട് താമസിച്ചു. തൊട്ട് താഴെ ഒരു പാർക്ക് വരെ അതേപോലും പോയിട്ടില്ല. എന്ത് ചെയ്യാനാണെന്ന് പറയണേ. പക്ഷേ കാണുന്നവരുടെ മനസ്സിൽ ഞാനിവിടെയൊക്കെ പോയി ഇങ്ങനെ കറങ്ങി നടക്കാമെന്നൊരു വിചാരമാണ്. എല്ലാവരും തോന്നുന്നത്. ചിലപ്പോൾ ഈ വീഡിയോ ഇടുന്നതിലൂടെ അങ്ങനെ തോന്നുന്നവർക്ക് തന്നെ മാറ്റം വന്നാലും മാറണമെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ വിചാരിച്ചോളൂ, ഞാൻ പോകുന്നില്ല, ഞാൻ അറിഞ്ഞാൽ പോലെ അല്ലേ. ടാറ്റാ, ബൈ ബൈ, സി യു.